بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين سيدنا محمد وعلى آله وصحبه أجمعين أما بعد മുഖദ്ദിമത്തുൽ ജസ്രിയ എന്ന പേരിൽ പ്രസിദ്ധമായ ഖുർആൻ പാരായണ നിയമങ്ങൾ സംബന്ധിച്ച കാവ്യം തജ്വീദ് ഫന്നിലെ ആധികാരിക ഗ്രന്ഥമാണ്. സർഫ് നഹ്വ് പഠനത്തിലെ ഇമാം ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹിയുടെ അൽഫിയയുടെ സ്ഥാനം പോലെ തജ്വീദിന്റെ ഫന്നിലെ അൽഫിയയാണ് മുഖദ്ദിമത്തുൽ ജസ്രിയ. അതുകൊണ്ട് തന്നെ അത്തരം മൂലഗ്രന്ഥങ്ങൾക്ക് എക്കാലത്തും പിൽക്കാലക്കാരായ അയിമ്മത്ത് വളരെ വിശദമായ വിശദീകരണങ്ങൾ എഴുതി അതിനോടുള്ള കൂറ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പിൽക്കാലക്കാർക്ക് അതിൽ പരാമർശിച്ച വിഷയങ്ങളെ സംബന്ധിച്ച വിശദീകരണവും ചെയ്തിട്ടുണ്ട്. അൽഫിയത്ത് ഇബ്നു മാലിക് ഉദാഹരണമാണ്. ഇബ്നു അഖീലിന്റെ അൽഫിയയുടെ ശറഹ് പ്രസിദ്ധമാണ്. അതുപോലെ ഹാഷിയത്തുൽ ഖുദ്രി പ്രസിദ്ധമാണ്. ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഈ സമീപകാലത്ത് തൽമീഹുൽ ഫവായിദുൻ നഹ്വിയ എന്ന പേരിൽ മഹാനായ വൈലത്തൂർ ബാവുസ്താദിന്റെ ശറഹുണ്ട്. അങ്ങനെ ധാരാളം വിശദീകരണങ്ങൾ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അൽഫിയക്ക് പിന്നീട് വന്നതുപോലെ ഫിഖഹിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം മിൻഹാജുൽ താലിബീൻ ഇമാം അബൂ സക്കരിയ യഹ്യ ബിൻ ശറഫ് നവവി റളിയല്ലാഹു അൻഹു രചിച്ചപ്പോൾ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന പേരിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അതിന് വ്യാഖ്യാനം എഴുതി. ഖതീബ് ഷിർബീനി എഴുതി. മുഗ്നിൽ മുഹ്താജ് ഇമാം റംലി എഴുതി റളിയല്ലാഹു അൻഹും അജ്മഈൻ നിഹായത്തുൽ മുഹ്താജ്. അങ്ങനെ നമുക്ക് അറിയാവുന്ന 10-12ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ആ കിതാബിന്. ഇതുപോലെയാണ് എക്കാലത്തെയും സ്വീകാര്യോഗ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഒരു മഹാൻ രചിച്ചാൽ പിൽക്കാലക്കാരായ അയിമ്മത്ത് അവരുടെ ഒരു പ്രത്യേക രചന എന്ന നിലക്ക് ആ ഗ്രന്ഥത്തെ പോലെ മറ്റൊരു ഗ്രന്ഥം ഉണ്ടാക്കുക എന്നതിലുപരി ആ ഗ്രന്ഥത്തിന് സേവനം ചെയ്യുക, അതിൻ്റെ ഓരോ പദങ്ങളെയും ചർച്ച ചെയ്യുക എന്ന രീതിയാണ്. മുഖദ്ദിമത്തുൽ ജസ്രിയ ലോക പ്രശസ്തമാണ്. എല്ലാ രാജ്യങ്ങളിലെയും ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ്. പല രാജ്യങ്ങളിലും ഖുർആൻ പഠിച്ചു എന്നതിൻ്റെ യോഗ്യതയായി, ഖുർആൻ പാരായണം അറിയാം, തജ്വീദ് അറിയാം എന്നതിന് യോഗ്യതയായി കണക്കാക്കുന്നത് തന്നെ ജസ്രിയ മനപ്പാഠം അറിയാമെന്നതും ജസ്രിയയുടെ ആശയങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്നതൊക്കെയാണ്. നമ്മുടെ നാട്ടിലും തജ്വീദൊക്കെ പഠിക്കുന്നെങ്കിലും ജസ്രിയ മനപ്പാഠമാക്കുക, ജസ്രിയയുടെ ആശയം പ്രചരിപ്പിക്കുക എന്ന രീതി പഴയകാലത്തുള്ളതിനേക്കാൾ ഉണ്ടായി വരുന്നുണ്ട്. മുഖദ്ദിമത്തുൽ ജസ്രിയയെ സംബന്ധിച്ച് ഒരു പഠനം, വിശദീകരണം, അതുമായി ബന്ധപ്പെട്ട് ഒരല്പസമയം ചെലവഴിക്കാം എന്ന് വിനീതനായ ഞാൻ ചിന്തിക്കാൻ കാരണം, ഈ അടുത്ത് മുഖദ്ദിമത്തുൽ ജസ്രിയ മനപ്പാഠ മത്സരം, ആശയ മനപ്പാഠ മത്സരം, അഖില കേരള മുഖദ്ദിമത്തുൽ ജസ്രിയ മനപ്പാഠ മത്സരം എന്ന പേരിൽ മർക്കസിന്റെ പാറപ്പള്ളി മാലിക് ദീനാർ എന്ന ഖുർആൻ പൂർണ്ണമായും മനപ്പാഠമാക്കിയ ഹാഫിളുകൾ ഇസ്ലാമിക ശരീഅത്ത് പഠനം നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു പരിപാടി ഉണ്ടാവുകയും അതിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്രിയക്ക് ഒരു സേവനം എന്ന നിലക്ക് ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പഠനം പുതിയ തലമുറയിലെ വിദ്യാർത്ഥിനികൾ കൂടി പഠിപ്പിക്കുന്ന ഒരു രീതി സാർവത്രികമാകുന്നതിലെ നന്മ കണ്ട് ഈ ഒരു ഉദ്യമത്തിന് ഞാൻ മുതിരുന്നത്. എല്ലാ ഘട്ടങ്ങളിലും
ധാരാളം നന്മകൾ തന്ന് സഹായിച്ച റബ്ബ് ഈ ഉദ്യമവും വളരെ നല്ല നിലയിൽ പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകട്ടെ. ജസ്രിയയുടെ ഹക്ക് വീട്ടാനും അറിയാത്ത കാര്യങ്ങൾ ഈ ക്ലാസ് മുഖേന പഠിക്കാനും അറിയുന്ന വിഷയങ്ങൾ മനസ്സിലുറക്കാനും ജസ്രിയയുടെ ആശയവും അൽഫാദുകളും ഒക്കെ ഹൃദിസ്ഥമാക്കാനും ഇത് അള്ളാഹു ഒരു കാരണമായി സ്വീകരിക്കട്ടെ. നല്ല തുടക്കം, നല്ല ദിവസം. അള്ളാഹു ഖുർആനിൻ്റെ ഖിദ്മയിലായി ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുഖദ്ദിമത്തുൽ ജസ്രിയയുടെ രചയിതാവ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇമാം ജസ്രി. അദ്ദേഹം മുഖദ്ദിമത്തുൽ ജസ്രിയ എഴുതിയപ്പോൾ ജസ്രിയക്ക് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദഖായിഖുൽ മുഹ്കമ ശറഹുൽ മുഖദ്ദമത്തിൽ മഷ്ഹൂറ എന്ന പേരിൽ, ദഖായിഖുൽ മുഹ്കമ എന്ന പേരിൽ പ്രസിദ്ധമായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ, ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം. അപ്പോൾ അതിന് ഈ ധാരാളം ഷറഹുകളുണ്ട്. മുഖദ്ദിമത്തുൽ ജസ്രിയയുടെ പ്രധാനപ്പെട്ട ഒരു ഷറഹാണ് ശൈഖുൽ ഇസ്ലാമിൻ്റെ ഷറഹ്. അതുപോലെ ആ ഷറഹിനെ പലരും വിശദീകരിക്കുകയും വിവരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വൈലത്തൂർ ബാവ ഉസ്താദിൻ്റെ ഒരു ഗ്രന്ഥം അൽ മഖാസിദു സനിയ എന്ന പേരിൽ ദഖായിഖുൽ മുഹ്കമയ്ക്ക് ഷറഹ് ഉണ്ട്. അപ്പോൾ അതുപോലെ മറ്റനേകം ഗ്രന്ഥങ്ങൾ ആ ശ്രേണിയിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ മുസന്നിഫിനെ പരിചയപ്പെടുകയാണ്. ആദ്യം ഏതൊരു ഗ്രന്ഥവും പഠിക്കുന്ന സമയത്ത് ഈ ഗ്രന്ഥകർത്താവിനെ പറ്റി ഒരു ധാരണ നമുക്ക് വേണം. ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പഠിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. സൗജന്യമായ ഒരു ക്ലാസ് ആകുമ്പോൾ പിന്നെ പഠിതാക്കൾ ആ വോയിസുകൾ അത്രയൊക്കെ മൈൻഡ് ചെയ്യൂ, വേണ്ട വിധം ശ്രദ്ധിക്കുകയോ ഗൗനിക്കുകയോ പഠിക്കുകയോ ചെയ്യൂല എന്ന ഒരു ധാരണ എനിക്ക് മുമ്പേ ഉള്ളതാണ്. അതുകൊണ്ട് കോഴ്സുകളൊന്നും ഫ്രീ ആയി ഞാൻ പ്രൊവൈഡ് ചെയ്യാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. സൗജന്യമായി കിട്ടുന്ന ഏതൊരു സാധനത്തിനും വാല്യൂ കൊടുക്കില്ല. അതേസമയം ഫീസ് വാങ്ങുന്ന സമയത്ത് എല്ലാവർക്കും അതിന് നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫീസില്ല എന്നതുകൊണ്ട്, സൗജന്യമാണെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പ്രാധാന്യത്തെ ആരും കാണാതെ പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും മുസന്നിഫിനെ പരിചയപ്പെടാം. മുസന്നിഫ്, ജസ്രിയയുടെ മുസന്നിഫ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ജസ്രി. 3 മുഹമ്മദ് അടുത്തടുത്ത് വന്നാൽ ആ മൂന്നാമത്തെ ആൾ വലിയ മഹാനാകും എന്ന് പറയപ്പെട്ടിരിക്കുന്നു. മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ നാമവും ഇതുപോലെ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസാലി എന്നാണ്. ഗസാലി ഇമാമും അല്ലാമ ജസ്രിയും ഒക്കെ എത്ര വലിയവരാണ് ആയിത്തീർന്നത് എന്ന് അവരുടെ ചരിത്രം അറിയുന്നവർക്ക് അറിയാമല്ലോ. മാനവറുകളുടെയും നാമം, തൻ്റെ നാമവും പിതാവിൻ്റെ നാമവും അവരുടെ പിതാവിൻ്റെ നാമവും മുഹമ്മദ് എന്നാണ്. അതുകൊണ്ട് വലിയ ഒരു ആലിമിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ പരീക്ഷണമാണ് മുഹമ്മദ് മക്കൾക്ക് പേരിടാം. മക്കൾക്കൊക്കെ അങ്ങനെ ഇടാം. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ മോനെ മുഹമ്മദ് എന്നാണ് പേരിട്ട്. അല്ലാഹു തആല ഉഖറവിയായ ആലിമീങ്ങളിൽ നമ്മെയും മക്കളെയെല്ലാം ഉൾപ്പെടുത്തട്ടെ. മുഹമ്മദ് ബിൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹിജ്റ വർഷം 751 വിശുദ്ധ റമളാനിലെ 25-ാം രാവ്
വിശുദ്ധ റമദാൻ 25 ശനിയാഴ്ച രാവായിരുന്നു അന്ന്. ഡമസ്കസിലാണ് മഹാനവറുകളുടെ ജനനം. ഹിജറ 833 റബീഉൽ അവ്വൽ മാസം 5-ാമത്തെ ദിവസം മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു. അഥവാ 82 വർഷമാണ് അദ്ദേഹം ജീവിച്ചത്. ഷിറാസിലെ ദാറുൽ ഖുർആനിൽ അദ്ദേഹത്തെ മറമാടി 34 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ജസ്രിയ കൂടാതെ വേറെയും 33 ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മക്കൾ അബുൽ ഫത്ഹ് മുഹമ്മദ്, അബൂബക്കർ അഹ്മദ്, അബുൽ ഖാസിം അലി, അബുൽ ഖൈർ മുഹമ്മദ്, ഫാത്തിമ, ആയിഷ, സൽമ, ഖദീജ എന്നിവരൊക്കെയാണ്. ഹിസ്നുൽ ഹസീനിൽ ഈ വിവരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതാണ് മഹാനായ മുഖദ്ദിമത്തുൽ ജസ്രിയുടെ കർത്താവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രസിദ്ധവും മുതബറക്കുമായ ഗ്രന്ഥമായ ജസ്രിയ കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിക്കാനും പകർത്താനും പഠിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ജസ്രി റളിയല്ലാഹു അൻഹു തൻ്റെ മുഖദ്ദിമ തുടങ്ങിയത് ബിസ്മി കൊണ്ടാണ്. ഏതു നല്ല കാര്യം തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി വേണം എന്ന് ഹദീസിൽ പ്രത്യേകം വന്നതാണ്. ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദ ഫീഹി ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ഫഹുവ അഖ്തഅ എന്ന് കാണാം. നല്ല ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് അഖ്തഅാണ്, അബ്തറാണ്, അജിതമാണ് എന്നൊക്കെ ബറക്കത്തില്ലാത്തതാണ് എന്ന്. അതുകൊണ്ട് ബൈത്ത് തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് മഹാനവറുകൾ ബൈത്ത് തുടങ്ങുന്നത്. ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യുകയാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയെ പിൻപറ്റുകയുമാണ്. ഖുർആൻ തുടങ്ങുന്നത് നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ കൊണ്ടാണ്. ഫാത്തിഹ തുടങ്ങുമ്പോൾ ആദ്യത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ഒരു ശൈലിയാണ് ഇവിടെ മഹാന്മാരൊക്കെ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബിസ്മി കൊണ്ട് തുടങ്ങിയത്. يقول راجي عفو رب سامع محمد بن الجزري الشافعي. അല്ലാഹു കേൾക്കുന്നവനായ രക്ഷിതാവ് അല്ലാഹു അവൻ്റെ അഫ്വിനെ പ്രതീക്ഷിക്കുന്നു. ആര്? മുഹമ്മദ് ബിനുൽ ജസരി ഷാഫിഈ, ഷാഫിഈ മദ്ഹബുകാരനായ മുഹമ്മദ് ബിനുൽ ജസരി എന്ന് ബൈത്തിൽ തന്നെ തൻ്റെ പേര് പറഞ്ഞു. വളരെ നല്ല ഒരു രീതിയാണ് മഹാന്മാർ നാവിം അവരുടെ നാമം അവരുടെ ബൈത്തിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം ഇത് ആരുടേതാണ് എന്ന് പിൽക്കാലത്ത് പിന്നീട് ഒരു സംശയത്തിനൊന്നും വകയില്ലാത്ത നിലയിൽ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. യഖൂലു പറയുന്നു, റാജി പ്രതീക്ഷിക്കുന്നവൻ, അഫ്വ റബ്ബിൻ അല്ലെങ്കിൽ അഫ്വി റബ്ബി റബ്ബിൻ്റെ മാപ്പ് പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന, സാമിഇൻ എല്ലാം കേൾക്കുന്നവനായ റബ്ബിൻ്റെ അഫ്വ് പ്രതീക്ഷിക്കുന്ന മുഹമ്മദ് ഇബ്നുൽ ജസരി അവിൽ ജസ്രി അശ്ശാഫിഈ, ഷാഫിഈ മദ്ഹബുകാരനായ മുഹമ്മദ് ഇബ്നുൽ ജസ്രി റഹിമഹുല്ലാഹ് പറയുന്നു.
എസ് മുഹമ്മദ് എന്ന അദ്ദേഹത്തിൻ്റെ പേരാണ്. ജസരി എന്ന് പറഞ്ഞത് ബഖായിഖുൽ മുഹ്കമയിൽ പറഞ്ഞത് പ്രകാരം ജസീറത്ത് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നതിലേക്ക് ചേർത്തിയിട്ടാണ് ഇബ്നുൽ ജസരി എന്ന് പറഞ്ഞത്. നാടിൻ്റെ പേരായും കാമുസുകളിലൊക്കെ കാണാം. യൂഫ്രട്ടീസ് നദി വലയം ചെയ്യുന്ന ബൽദു ഷിമാൽ ആണ് ജസരി എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും മറ്റൊരു നിസ്ബ ഷാഫിഈ മദ്ഹബുകാരനായ എന്നാണ്. അവിടുത്തെ തവാളുആണ്. ഞാനൊരു മുഖല്ലിദാണ്, ഞാൻ സ്വയം ഒരു മദ്ഹബുള്ള ആളല്ല. ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബുകാരനായ ആളാണ് ഞാൻ. പഠിച്ച ഒരാൾക്ക് അദ്ദേഹം പഠിച്ച സ്ഥാപനത്തിലേക്ക് ചേർത്തി അദ്ദേഹത്തിൻ്റെ പേര് പറയാം, അദ്ദേഹത്തിൻ്റെ മദ്ഹബിലേക്ക് ചേർത്തി പറയാം, അദ്ദേഹത്തിൻ്റെ നാടിലേക്ക് ചേർത്തി പറയാം. അതൊക്കെ അനുവദനീയമായ കാര്യങ്ങളും പ്രസിദ്ധമായ കാര്യങ്ങളും ആണ്. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ പൂർണ്ണനാമം മുഹമ്മദ് ബിൻ ഇദ്രീസ് ബിൻ അബ്ബാസ് ബിൻ ഉസ്മാൻ ബിൻ ഷാഫിഈ ബിൻ സാഹിബ് ബിൻ അബ്ദുൽ സുബൈദ് ബിൻ അബ്ദുൽ യസീദ് ബിൻ ഹാഷിം ബിൻ മുത്തലിബ് ബിൻ അബ്ദു മനാഫ് എന്നാണ്. ഈ അബ്ദു മനാഫ് എന്ന് പറയുന്ന അവസാനം പറഞ്ഞ അബ്ദു മനാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേരിൽ കൂട്ടത്തിൽ കാണുന്ന അബ്ദു മനാഫാണ്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് എന്ന് പറയുന്ന അബ്ദു മനാഫാണ് ഇതിൽ പറഞ്ഞ അബ്ദു മനാഫ്. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിഹി വമുസ്തഫാഹു യഖൂലു റാജി അഫ്വ റബ്ബിൻ സാമിഇൻ. സാമിആയ അല്ലാഹുവിൻ്റെ അഫ്വിൽ റജാ ഉള്ള പിന്നെ മുഹമ്മദ് ഇബ്നുൽ ജസരി ഷാഫിഈ പറയുന്നു എന്നു നേരത്തെ ഒന്നാം വരിയിൽ പറഞ്ഞല്ലോ. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നാണ്. അദ്ദേഹം പറയുന്നു, എന്ത് പറയുന്നു? അദ്ദേഹം പറയുന്നത് അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിഹി വമുസ്തഫാഹു എന്നാണ്. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിഹി വമുസ്തഫാഹു. എന്താണ് അദ്ദേഹം പറയുന്നത്? അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന ഹംദിൻ്റെ സീഗ. വസല്ലല്ലാഹു അലാ നബിയിഹി, അല്ലാഹുവിൻ്റെ നബിയായ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യട്ടെ. വമുസ്തഫാഹു, അല്ലാഹുവിൻ്റെ മുസ്തഫയുമായ, മുസ്തഫ എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളെന്നാണ്, സെലക്റ്റഡ് പേഴ്സൺ, തെരഞ്ഞെടുക്കപ്പെട്ട ആള് എന്നാണ് മുസ്തഫ എന്ന് പറഞ്ഞാൽ അർത്ഥം. അൽഹംദുലില്ലാഹ്, ആദ്യം അല്ലാഹുവിനെ സ്തുതിച്ചു. കാരണം ബിസ്മില്ലാത്ത തുടക്കം എല്ലാം ബറക്കത്തുള്ളതാണ് എന്ന് പറഞ്ഞ അതേപോലെ മറ്റൊരു റിവായത്തിൽ ഹംദ് ചെല്ലാത്ത തുടക്കത്തെ പറ്റിയും അത് ബറക്കത്തില്ലാത്ത തുടക്കമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിസ്മി ചൊല്ലി തുടങ്ങി തുടർന്ന് ഹംദ് പറഞ്ഞു ഒക്കെ ആദ്യ ഭാഗങ്ങളിൽ തന്നെയാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വരുന്നത്. അതുകൊണ്ട് ആ ഹദീസുകളൊക്കെ പാലിച്ചിട്ടാണ് മഹാനവറുകളുടെ ഗ്രന്ഥരചനയിൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. വസല്ലല്ലാഹു അലാ നബിയിഹി എന്ന് പറഞ്ഞു, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ഉണ്ടാവട്ടെ. സ്വലാത്ത് നമുക്കറിയാം, ഇന്ന് ദിവസം വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. മൻ സ്വല്ല അലൈഹി സ്വലാത്തുൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അസ്റാ. എൻ്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവരുടെ പേരിൽ 10 സ്വലാത്ത് ചെയ്യും എന്നാണ്. സ്വലാത്ത് വിവിധ അർത്ഥങ്ങളിൽ വരും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശം. അല്ലാഹു സ്വലാത്ത് ചെയ്യുന്നു, മലക്കുകൾ ചൊല്ലുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങളും ചൊല്ലുക. 3 പേരുടെയും സ്വലാത്ത് വ്യത്യസ്ത രീതിയിലാണ്. അല്ലാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അർ-റഹ്മത്തുൽ മഖ്റൂനതു ബിത്തഅലീം, ബഹുമാനാദരവുകളോട് അന്വയിച്ച രീതിയിലുള്ള പ്രത്യേകമായ കരുണ, അതാണ് റഹ്മത്ത്. അള്ളാഹു സ്വലാത്ത് ചെയ്യട്ടെ എന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ അത്യാദരവുകൾ നിറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് മുത്തുനബിക്കുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം.
അതേസമയം മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറാണ് മലക്കുകളുടെ സ്വലാത്ത്. ഇനി മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. വിനയം കാണിക്കുകയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്മകൾ ഇനിയും വർദ്ധിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ വേർന്നുണ്ടാക്കിയിട്ട് വേണ്ട, പക്ഷെ ആ പ്രാർത്ഥന കൊണ്ട് മുത്തുനബി തനിക്ക് വേണ്ടി ചോദിച്ച ആളെന്നുള്ള പരിഗണന നമുക്ക് തരുമ്പോൾ അത് നമ്മുടെ വലിയ രക്ഷയ്ക്കു കാരണമാകും. മുത്തുനബി ശുപാർശ സ്വീകരിക്കാൻ കാരണമാകും. അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ. ശഫാഅത്ത് നമുക്ക് വേണം. അത് നഷ്ടപ്പെടുക എന്നാൽ വലിയ നഷ്ടമാണെന്ന് മൻഖൂസ് മൗലിദിൽ നാം ശിക്കായത്ത് പറയാറുണ്ട്. വാഹ് ലനാ ഇൻ ളഅ യാ സയ്യിദി ഖൈറൻ നബി. നബിമാരിൽ ഏറ്റവും ഉത്തമരായ പ്രവാചകരെ, അങ്ങയുടെ ശുപാർശ നഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെട്ടല്ലോ എന്ന് വിശ്വാസികളുടെ ആവലാതിയാണ്. ഇരിക്കട്ടെ. അപ്പോൾ വമുസ്തഫാഹു, നബിയുടെ മേൽ ഉണ്ടാവട്ടെ. വമുസ്തഫാഹു, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുസ്തഫയായ തങ്ങളുടെ മേലുണ്ടാവട്ടെ. മുസ്തഫ എന്ന് പറഞ്ഞാൽ സെലക്ട് ആയ ആൾ എന്നാണെന്ന് പറഞ്ഞു, തെരഞ്ഞെടുക്കപ്പെട്ട ആൾ. കാരണം ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, ഞാൻ ഫഖർ പറയുകയല്ല എന്ന് പറയുന്നു. അന സയ്യിദു വൽദി ആദം വലാ ഫഖ്റ. അപ്പോൾ ആദം സന്തതികളുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ നേതാവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹു അസ്തഫ കിനാനത മിൻ വൽദി ഇസ്മായിൽ. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ കിനാന ഗോത്രക്കാരെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. അവർക്കൊരു പ്രത്യേകത അല്ലാഹു നൽകി. മുസ്തഫ ഖുറൈശ് മിൻ കിനാന. കിനാന ഗോത്രക്കാരിൽ പലരുണ്ട്, അതിൽ നിന്ന് ഖുറൈശ് ഗോത്രത്തിന് അല്ലാഹു പ്രത്യേക ഒരു പ്രയോറിറ്റി നൽകി. മുസ്തഫ ഖുറൈശ് മിൻ ബനി ഹാഷിം. ഖുറൈശികളിൽ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഹാഷിം ഗോത്രക്കാരാണ്. മുസ്തഫാനി മിൻ ബനി ഹാഷിം. ബനി ഹാഷിമിൽ നിന്ന്, ഹാഷിം സന്തതികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഞാൻ. ഫഅന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ. സെലക്റ്റഡ് ആയ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന്, സെലക്ട് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് ഏറ്റവും അവസാനം എല്ലാ നിലക്കും അല്ലാഹു തആല തിരഞ്ഞെടുത്ത ആളാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുത്തുനബിക്ക് മുസ്തഫ എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നബിയാണ്, അതോടൊപ്പം വമുസ്തഫാഹു, അള്ളാഹുവിൻ്റെ മുസ്തഫയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ഇത് രണ്ടുമായ അവിടുത്തെ പേരിൽ അള്ളാഹുവിൻ്റെ സ്വലാത്തുണ്ടാവട്ടെ എന്നാണ് ആര് പറയുന്നത്? മുഹമ്മദ് ബിൻ മുഹമ്മദുൽ ജസരി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ يقول راجي عفو رب سامع محمد بن الجزري الشافعي الحمد لله وصلى الله على نبيه ومصطفاه എന്ന രണ്ട് വരികളുടെ ആശയം നമ്മൾ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവരുമായ മുത്തുനബി തങ്ങളുടെ മേലിൽ അള്ളാഹു തആല അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ചൊരിയുകയും ചെയ്യട്ടെ എന്നും പറയുന്നതോടൊപ്പം അള്ളാഹു അവനാണ് സർവസ്തുതിയുമെന്ന് ശാഫിഈ മദ്ഹബുകാരനായ മുഹമ്മദുൽ ജസ്രി അള്ളാഹുവിൻ്റെ അഫ്വ് പ്രത്യേകം പ്രതീക്ഷിച്ചുകൊണ്ട് പറയുന്നു എന്നാവും അതിൻ്റെ ആശയം. മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമുഖ്രിഇൽ ഖുർആനി മഅ മുഹിബ്ബിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മുത്തുനബിയുടെ പേര് പറയാതെ നബി, അള്ളാഹുവിൻ്റെ മുസ്തഫ എന്നൊക്കെയാണ് പറഞ്ഞത്. അതാരാണ് എന്ന് വ്യക്തമാക്കുകയാണ് ശേഷം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്തുണ്ടാവട്ടെ. വസഹ്ബിഹി, അവിടുത്തെ അനുചരരുടെ മേലിലും. വമുഖ്രിഇൽ ഖുർആനി, ഖുർആൻ
അനുസരിച്ച് അമൽ ചെയ്യുന്നവരുടെ മേലിലും ഖുർആൻ കൊടുക്കുന്നവർ പഠിപ്പിക്കുന്നവർ ഒക്കെയാണ് മുഖരി. സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു മുഖരീനെ വ്യാഖ്യാനിച്ചു ആമിലി ബിഹി, ഖുർആൻ അനുസരിച്ചു ജീവിക്കുന്നവർ, അവരാണ് യഥാർത്ഥ ഖുർആൻ്റെ അയലുകാർ. പഠിക്കാനും പഠിപ്പിക്കാനും പറഞ്ഞടക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾ, ഖുർആൻ ജീവിച്ച് കാണിക്കുന്ന ആൾ, അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആൾ, അവരുടെ മേലിലും ഉണ്ടാവട്ടെ. മുഹിബ്ബിഹി, അവരെ പ്രിയം വെക്കുന്നവരോടൊപ്പം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമാണത്. മുത്തുനബി ജനിച്ച 7-ാമത്തെ ദിവസം ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വിളിച്ച പേരാണ് മുഹമ്മദ്. സുസ്ഥിരമായ ധാരാളം കാര്യങ്ങളുള്ള ആൾ എന്ന് മുഹമ്മദിൻ്റെ വാക്കർത്ഥം. മുഹമ്മദ് എന്നത് അവരുടെ കുടുംബത്തിലോ മറ്റോ മുൻപ് പേര് കേട്ടുപരിചയമുള്ള പേരല്ലാത്തത് കൊണ്ട് നാട്ടുപ്രമാണിമാരും ഉയർന്ന തറവാട്ടുകാരും തറവാട്ടിലെ പേരുകേട്ട കാരണവന്മാരുടെ പേര് വച്ചിരുന്ന കാലത്ത് മൗലിദുകളിലൊക്കെ നമുക്ക് കാണാം. ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നു, മാസമ്മയിത്ത ബിനക്ക, മോനെന്ത് പേരിട്ടോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് സമ്മൈതുഹു മുഹമ്മദ് എന്ന് പേര് വെച്ചു എന്ന് പറഞ്ഞു. ഖദ് റഗബ്ത അൻ അസ്മാഇ ആബായിക്, വല്ലിപ്പാര് പേരിട്ടിരുന്ന പേര്, ഇട്ടു വന്നിരുന്ന പേരൊന്നും ഇഷ്ടപ്പെടാതെ ഇട്ട് കൊടുക്കാതെ മുഹമ്മദ് എന്ന് പേരിട്ടോ എന്ന് ചോദിച്ചു. എന്തിയെ അതിനു കാരണം? വൈ? അതിന് കൊടുത്ത മറുപടി അറത്തു അൻ അഹ്മദഹു മൻ അലൽ ഖബ്റ, ലോകം മുഴുവനും എൻ്റെ മകനെ, ഈ മുഹമ്മദ് എന്ന കുട്ടിയെ സ്തുതിക്കണം എന്ന്, പ്രകീർത്തിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ട ആൾ എന്നാണല്ലോ. അപ്പോൾ ആ സ്തുതി എക്കാലത്തുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് തന്നെ ലോകത്തിന് ഏറ്റവും കൂടുതൽ വിളിക്കപ്പെടുന്ന പേര്, ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തി ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചരിത്രത്തിൽ ഒരു മതത്തിലും ഒരു വിഭാഗത്തിലും ഒരു കൂട്ടർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥാനത്ത് ലോകത്തിൻ്റെ നേതാവായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തും ജനിച്ചു നിൽക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി, ആല് മുത്തുനബിൻ്റെ കുടുംബക്കാരാണ്. മുത്തുനബിയുടെ കുടുംബത്തിൽ നിന്ന് ബനു ഹാഷിം, ബനു മുത്തലിബ്, ഇവരിലെ മുഅ്മിനീങ്ങൾക്കാണ് ആല് എന്ന പദവി, മുത്തുനബിൻ്റെ ആല് എന്നുള്ള പദവി ഉള്ളത്. തങ്ങളുടെ കുടുംബം ഖുറൈശിയാണ്, മുഅ്മിനായവരും അല്ലാത്തവരുണ്ട്. അക്കൂട്ടത്തിൽ ബനു ഹാഷിം, ബനു മുത്തലിബിലെ മുഅ്മിനീങ്ങൾക്കാണ് എല്ലാ സ്വലാത്തുകളിലും മുത്തുനബിയുടെയും കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ സ്വലാത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ മഹത്വം കിട്ടുക അവർക്കാണ്. പ്രയാസപ്പെട്ടപ്പോൾ കൂടെ നിന്നത് അവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മുത്തുനബിയുടെ കുടുംബം സംരക്ഷണം നൽകാൻ തയ്യാറായ ചരിത്രം നമുക്കറിയാം. ആ സമയത്ത് മുഅ്മിനല്ലാത്ത ആളുകൾ ഉൾപ്പെടെ തങ്ങളെ കുടുംബത്തിൽ നിന്നൊരു വിഭാഗം തങ്ങൾക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കാൻ സന്നദ്ധരായപ്പോൾ ആ ആളുകളെ ഖുറൈശികൾ ഒറ്റപ്പെടുത്തി. അവരുമായി സഹകരിക്കരുത് എന്ന് പറഞ്ഞു. അവരുമായി ഇടപാട് പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, കച്ചവടം പാടില്ല, ഒന്നും പാടില്ല. അങ്ങനെ ശഅബ് അബീ താലിബിൽ എല്ലാവരും ഒറ്റപ്പെട്ടു. അവരിൽ പലരും മുഅ്മിനീങ്ങളല്ല, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ ഒറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലക്ക് അവരെല്ലാം മുത്തുനബിക്ക് വേണ്ടി സംരക്ഷണം നൽകിയപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെട്ട് നാളുകൾ തള്ളി നീക്കേണ്ടി വന്നു അവർക്ക്. അങ്ങനെ തൻ്റെ കുടുംബക്കാരൻ എന്ന നിലക്ക് മുത്തുനബി അക്കാലത്ത് പരിഗണിച്ച ബനു ഹാഷിം, ബനു മുത്തലിബ്, അതിൽപ്പെട്ട ആളുകളാണ് സ്വലാത്ത് ചൊല്ലുമ്പോൾ ആല് എന്നതിൽ ഉൾപ്പെടുന്നത്. ആല് എന്നതിൻ്റെ അസ്ല് അഹ്ല് എന്നാണ്. അത് ലോപിച്ചിട്ടാണ് ആല് എന്നായി മാറിയത്. സഹ്ബിഹി എന്ന അനുചരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി
ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും മുഅ്മിനായി തങ്ങളോടൊത്ത് സംഗമിച്ച ആൾക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. സ്വഹാബിയാവണമെങ്കിൽ തങ്ങളെ കാണണമെന്നില്ല. കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഉൾപ്പെടെയുള്ള സ്വഹാബികൾ നമുക്കറിയാം. തങ്ങളോട് ഒന്നിച്ച് മുഅ്മിനായി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം സംഗമിക്കുകയും വമാത അലൽ ഈമാൻ മുഅ്മിനായി വഫാത്താവുകയും ചെയ്താൽ സ്വഹാബിയായി. അതാണ് മുത്തുനബിയുടെ സ്വഹാബികൾ. അവരുടെ മേലിലും സ്വലാത്ത് ഉണ്ടാവട്ടെ. വമുഖ്രിഇൽ ഖുർആൻ പറഞ്ഞു, ഖുർആൻ പഠിപ്പിക്കുന്നവർ, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവർ, മഅ മുഹിബ്ബിഹി ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ഖുർആനിൻ്റെ വാഹകരെ, ഖുർആനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവർ എന്നും അതിനർത്ഥം. അതാണ് ഒന്നുകൂടെ നല്ലത് എന്നാണ് ചില ശാരീഹ്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം മുഹിബ്ബിഹി എന്നതിൻ്റെ ളമീർ പോകാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അറബി വ്യാകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില സാധ്യതകളൊക്കെ നോക്കിയിട്ട് അത് മുഖരിഇൽ ഖുർആൻ, മുളാഫുൻ ഇലൈഹിയായ ഖുർആനിലേക്കല്ല, മുളാഫായ മുഖരിയിലേക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ. ആലിമാവുന്നില്ലെങ്കിൽ മുതഅല്ലിമാവാൻ കഴിയുന്നില്ലെങ്കിൽ മുസ്തമിയെങ്കിലും. വെറുതെ ക്ലാസ് കേട്ട് പോയാൽ മുതഅല്ലിമാവുകയില്ല, മുസ്തമിയ ആകൂ എന്ന് നമുക്ക് മനസ്സിലാവും. അതിനും കഴിഞ്ഞില്ലെങ്കിൽ മുഹിബ്ബാവണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അറിവിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളാവണം. അപ്പോൾ മുഹിബ്ബാവുക എന്നതും അത് നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഏറെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദീനിൻ്റെ അഹ്ലുകാരെ, ഇൽമിൻ്റെ അഹ്ലുകാരെ, ഖുർആൻ്റെ അഹ്ലുകാരെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി. അതുകൊണ്ട് മഅ മുഹിബ്ബിഹി ഖുർആൻ്റെ അഹ്ലുകാരുടെ, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും കൂടെ അള്ളാഹുവിൻ്റെ സ്വലാത്തുണ്ടാവട്ടെ എന്നു പറഞ്ഞാണ് അല്ലാമ മുഹമ്മദ് ബിനുൽ ജസരി ഈ ബൈത്ത് തുടങ്ങുന്നത്. നബിൻ്റെ പേരിൽ സ്വലാത്തു എല്ലാം കുടുംബത്തിൻ്റെ പേരിൽ ചൊല്ലുന്നത് തങ്ങൾ കാണിച്ചു തന്നതാണ്. അനുചരരുടെ പേരിൽ നമ്മൾ എല്ലായിടത്തും ചൊല്ലാറുള്ളതാണ്. മുഖ്രിഉൽ ഖുർആനും മുഹിബ്ബിനൊക്കെ വേണ്ടി സ്വലാത്ത് ചൊല്ലാമോ എന്നൊരു ചർച്ചയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. അതിനോട് താബിയായി, അതിനോട് തുടർത്തിക്കൊണ്ട് മറ്റുള്ളവരെ കൂടി പറയാം എന്നതാണ് പ്രബലമായ അഭിപ്രായം. മുത്തുനബി അല്ലാത്ത അമ്പിയാക്കളുടെ മേലിലും നേരെ സ്വലാത്ത് ചൊല്ലുന്ന രീതിയില്ല. മുത്തുനബിയുടെ പേരിൽ ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരെ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ പറയാം. അല്ലാതെ സ്വന്തമായി മുത്തുനബി അല്ലാത്ത ഒരാളുടെ മേലിൽ സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് കറാഹത്താണ്. മുത്തുനബിയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും അനുചരുടെ പേരിലും അവരെ പിൻപറ്റിയവരുടെ പേരിലും അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കറാഹത്തില്ല. ആദ്യം മുത്തുനബിനെ പറഞ്ഞിട്ട് അതിനോട് പിൻപറ്റി തുടർത്തിയിട്ട് മറ്റുള്ളവരെ പറയുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ഡയറക്റ്റ് മുത്തുനബി അല്ലാത്ത ഒരാളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് ബിദഅത്തുകാരുടെ ശൈലിയാണെന്നും അത് കറാഹത്താണെന്നും മഹാനായ അല്ലാമ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ദഖായിഖ് പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റു ഗ്രന്ഥങ്ങളിലും ആ ചർച്ചയൊക്കെ